നമസ്കാരം. ചില സസ്യങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് വളർത്തുന്നത് ഏറ്റവും ശുഭകരമായാണ് പരാമർശിക്കുന്നത്. ഇവ വളർത്തുന്നതിലൂടെ ആ വീടുകളിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും എന്ന് പരാമർശിക്കുന്നു. എന്നാൽ വീടിന്റെ മുൻവശത്ത് 2 ചെടികൾ ഒരുമിച്ചാണ് നട്ടു വളർത്തേണ്ടത്. ആ ചെടികൾ ഏതെല്ലാമാണ് എന്നും നട്ടു വളർത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ലക്ഷ്മി കടാക്ഷത്താൽ വന്നു ചേരുന്ന ആ മാറ്റങ്ങളെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ സസ്യം തുളസിയാണ്. ഒട്ടുമിക്ക വീടുകളിലും വളരുന്ന സസ്യമാണ് തുളസി. പൂജാതി കർമ്മങ്ങൾക്ക് മാത്രമല്ല, ഔഷധ മൂല്യത്തിനും വളരെയധികം പ്രാധാന്യമുള്ള ഒരു സസ്യം കൂടിയാണ് തുളസി. പൊതുവെ തുളസിയെ ദേവിയായാണ് കരുതി പോരുന്നത്, അഥവാ നാം ഏവരും ആരാധിക്കുന്നത്. തുളസിക്കായി തുളസിത്തറ ഉണ്ടാക്കുന്നതും വിളക്ക് തെളിയിക്കുന്നതും എല്ലാം ഹൈന്ദവ ആചാരങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യവുമാണ്. വീട്ടിലേക്ക് ലക്ഷ്മി നാരായണ കടാക്ഷം വന്നു ചേരുവാൻ തുളസി സഹായിക്കും എന്നാണ് വിശ്വാസം. ഈ വീട്ടിൽ ആ വീടുകളിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നാണ് വിശ്വാസം. എന്നാൽ വീടിന്റെ മുൻവശത്ത് ഇവ വയ്ക്കേണ്ടത് അനിവാര്യമാണ് എന്ന് വാസ്തുവിൽ പരാമർശിക്കുന്നതുമാണ്. ഇവ വീട്ടുമുറ്റത്ത് വളർത്തുന്നതിലൂടെ ആ വീട്ടിൽ ഐശ്വര്യം നിറയും എന്നാണ് ഫലം. ഇവയോടൊപ്പം ചില ചെടികൾ ഒപ്പം വളർത്തുന്നതും ഏറ്റവും ഉത്തമമാണ്, അഥവാ ഇരട്ടി ഫലം നൽകുന്നതായ കാര്യമായി മാറും. മഞ്ഞൾ നിങ്ങൾ തുളസിത്തറയിൽ വളർത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. ആ വീട്ടിൽ പ്രധാനമായും ആരോഗ്യ വർധനവിനും സ്ത്രീകൾക്ക് ദീർഘ സുമംഗലി യോഗം വന്നു ചേരുവാനും ആ വീട്ടിൽ ഐശ്വര്യം നിറയുവാനും അത് സഹായകരമായി തീരും. ഏറ്റവും ഉത്തമമാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് നീല ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പത്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. ഈശ്വരാധീനമുള്ള ഭൂമിയിൽ ഈശ്വര ചൈതന്യം വിളങ്ങി നിൽക്കുന്നതായ ആ ഭൂമിയിൽ മാത്രമേ നീല ശംഖുപുഷ്പം വിടരൂ, അല്ലെങ്കിൽ വളർന്നു വരൂ എന്നതാണ് വാസ്തവം. അതിനാൽ ഈശ്വരാനുഗ്രഹം നിറയുവാനും സകല ദേവതാ പ്രീതിക്കും ഉത്തമമാണ് ഇപ്രകാരം നിങ്ങൾ വളർത്തുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രധാനമായും ആഗ്രഹ സാഫല്യം ആ വീടുകളിലേക്ക് കടന്നു വരാം, ആ വ്യക്തികൾക്ക് സംഭവിക്കാവുന്നതാണ്. ശനിപ്രീതി ആ വീടുകളിൽ വർദ്ധിക്കുന്നതിനും ശനിയുമായി ബന്ധപ്പെട്ട ദോഷങ്ങളുടെ കാഠിന്യം കുറച്ചു കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കർമ്മരംഗത്ത് നേട്ടങ്ങൾ, ഉയർച്ച, അനുകൂലമായ കാര്യങ്ങൾ കടന്ന് വരുന്നതിനും സഹായകരമാണ് ഇപ്രകാരം നിങ്ങൾ ഈ സസ്യം വീടുകളിൽ വളർത്തുന്നത്. മറ്റൊന്ന് മുക്കുറ്റിയാണ്. മുക്കുറ്റിയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. സർവ ഐശ്വര്യം തന്നെയാണ് മുക്കുറ്റി വീടുകളിൽ പിടിച്ചു വരുന്നത് എന്ന കാര്യം പ്രത്യേകം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. സർവാഭീഷ്ട സിദ്ധിയാണ് ഫലമായി വന്നു ചേരുക. മുക്കുറ്റി ഇപ്രകാരം വളർത്തുന്നതിലൂടെ സർവാഭീഷ്ട സിദ്ധിയും വന്നു ചേരും. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, മഹാഭാഗ്യം തന്നെ ആ വീടുകളിലേക്ക് കടന്നു വരും. ആരെയും അസൂയപ്പെടുത്തും വിധം ഉയർച്ച നേടുവാൻ, സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ധനപരമായ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ ആ വീടുകളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊന്ന് മുല്ലയാണ്. സാക്ഷാൽ ലക്ഷ്മി നാരായണന്മാർക്ക് വിശേഷപ്പെട്ടതായ സസ്യം എന്ന പ്രത്യേകത മുല്ലയ്ക്കുണ്ട്. അതിനാൽ മുല്ല വളരുന്ന വീടുകളിൽ സ്നേഹം വർദ്ധിക്കുകയും ഐക്യം വർദ്ധിക്കുകയും ചെയ്യും. എത്രമേൽ തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ട് എങ്കിൽ പോലും മുല്ല വളർത്തുന്നതിലൂടെ ക്രമാതീതമായി അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. ഐക്യം ആ വീടുകളിൽ പതിയെ വർദ്ധിക്കുന്നതുമാണ്. മനസമാധാനം ലഭിക്കുകയും തർക്കങ്ങൾ പരിധിവരെ ഒഴിവാക്കുവാനും ഭാഗ്യം ആ വ്യക്തികളെ തുണയ്ക്കുവാനും അനുകൂലമാക്കി തീർക്കുവാനും സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് വെള്ള ശംഖുപുഷ്പമാണ്. വെള്ള ശംഖുപുഷ്പം വളരെ വിശേഷം തന്നെയാകുന്നു. പ്രത്യേകിച്ചും മഹാലക്ഷ്മി ദേവിക്ക് വിശേഷപ്പെട്ടതായ ഒരു പുഷ്പമായി തന്നെ പരാമർശിക്കാം. വെള്ള ശംഖുപുഷ്പം നിങ്ങൾ നട്ടു വളർത്തുന്നതിലൂടെ
ആ വീടുകളിൽ പ്രധാനമായും സാമ്പത്തികപരമായ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ അകറ്റുവാനും കൂടാതെ വീടുകളിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിപ്പിക്കുവാനും സഹായകരമായി തീരും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പോലും അകറ്റുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. കടബാധ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ക്രമേണ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മറ്റു ചില ചെടികളും വീടിന്റെ മുൻവശത്ത് വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. അത് ഇപ്രകാരമാണ്. ആദ്യത്തേത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴയുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. ഭാഗ്യം, ആരോഗ്യം എന്നിവ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരുവാനും ഉത്തമം തന്നെയാകുന്നു. മഹാലക്ഷ്മി ദേവിയുടെ വാസം ആ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവ പൂവിടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സൗഭാഗ്യ പെരുമഴ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ, ധനപരമായ പ്രയാസങ്ങൾ അകലുക തുടങ്ങിയ കാര്യങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കറ്റാർ വാഴയോടൊപ്പം പനിക്കൂർക്ക, ഞവര കൂടി വളർത്തുകയാണ് എങ്കിൽ ഭാഗ്യം ഇരട്ടിക്കും എന്നാണ് പറയുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. അതിനാൽ കറ്റാർ വാഴയോടൊപ്പം പനിക്കൂർക്ക അഥവാ ഞവര കൂടി വളർത്തുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ പല ദൗർഭാഗ്യങ്ങളെയും അകറ്റുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് വാഴയാണ്. മഹാവിഷ്ണു ഭഗവാനെ വിശേഷപ്പെട്ടതായ സസ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് വാഴ. വാഴ വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. എന്നാൽ അതോടൊപ്പം മഹാലക്ഷ്മി ദേവിക്ക് കൂടി വിശേഷപ്പെട്ടതായ മഞ്ഞൾ കൂടി ഒപ്പം വളർത്തുകയാണ് എങ്കിൽ, അതായത് വാഴയുടെ അടുത്ത് മഞ്ഞൾ കൂടി വളർത്തുകയാണ് എങ്കിൽ ലക്ഷ്മി നാരായണ പ്രീതി ഇരട്ടിക്കുന്നതിനും സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതിനും സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. കൂടാതെ ഏതൊരു വ്യക്തിക്കും അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകരമായ കാര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായ പല ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊന്ന് പനിനീർ പുഷ്പത്തിന്റെ ചെടി കൂടി വളർത്തുന്നതും അതോടൊപ്പം കൃഷ്ണക്രാന്തി ഒപ്പം വളർത്തുന്നതും വിശേഷമാണ്. കടബാധ്യതകൾ ഒരു പരിധി വരെ തരണം ചെയ്യുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമായി തീരും. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യമുണ്ട്. ഇവ ഒരുമിച്ച് വളർത്തുകയാണ് എങ്കിൽ ഉറപ്പായും വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നുവോ അതെല്ലാം പുറത്ത് പറയാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇവയിൽ പൂവിടുന്നതായ സസ്യങ്ങൾ പൂവിടുന്നതിലൂടെ നാം ജീവിതത്തിൽ അനുഭവിച്ച് തുടങ്ങാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം ഒരിക്കലും ഇവയുടെ അടുത്ത് അഴുക്ക് ജലം വരാൻ പാടുള്ളതല്ല. എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അനാവശ്യമായ വസ്തുക്കൾ, സാധനങ്ങൾ ഒരിക്കലും ഈ ഭാഗത്ത് കൂട്ടിയിടാൻ പാടുള്ളതല്ല. മുൻവശത്ത് ഒരിക്കലും വരാൻ പാടില്ല എന്നാണ് പറയുക. വിറകും മറ്റും കൂട്ടിയിടുന്നത് ശുഭകരമല്ല, അത് ദോഷകരമായി ഭവിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മുള്ളുള്ള സസ്യങ്ങളാണ് എങ്കിൽ പോലും സുഗന്ധം ഇല്ലാത്തവയാണ് എങ്കിൽ അത് ദോഷകരമാണ്. അവ വീടുകൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും എന്നാണ് പറയുക. അതിനാൽ മുൻവശത്ത് പാടുള്ളതല്ല. കൂടാതെ കറിവേപ്പില ചെടി പ്രധാന വാതിലിന് നേരെ ഒരിക്കലും വരാൻ പാടില്ല എന്നാണ് പറയുക. അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.